വയനാട് മേപ്പാടി മുണ്ടക്കയിൽ ഉരുൾപൊട്ടലിനെ തുടർന്നുണ്ടായത് വൻ ദുരന്തം. ഇരട്ട ഉരുൾപൊട്ടലിൽ ഇതുവരെ 8 മൃതദേഹങ്ങൾ കണ്ടെത്തി. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. അതേസമയം 2 അല്ല 3 ഉരുൾപൊട്ടലുണ്ടായെന്ന് നാട്ടുകാർ പറയുന്നു. രക്ഷാപ്രവർത്തനം നടക്കുന്നതിനിടെയാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടലുണ്ടായത്. ക്യാമ്പ് പ്രവർത്തിച്ചിരുന്ന സ്കൂളിലും വീടുകളിലും കടകളിലുമെല്ലാം വെള്ളവും ചെളിയും നിറഞ്ഞിരിക്കുകയാണ്. അതേസമയം രക്ഷാപ്രവർത്തനം ദുഷ്കരമായി മാറിയ വയനാട്ടിലേക്ക് സൈന്യമെത്തും. രക്ഷാപ്രവർത്തനത്തിനായി സൈന്യം താൽക്കാലിക പാലം നിർമ്മിക്കും. തകർന്നടിഞ്ഞ വീടുകളും ഗതിമാറിയൊഴുകുന്ന പുഴയും വൻതോതിൽ കുന്നുകൂടി കിടക്കുന്ന മരത്തടികളും ചെടിയും മാലിന്യങ്ങളുമാണ് ഉരുൾപൊട്ടലുണ്ടായ പ്രദേശങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. മരണസംഖ്യ ഇനിയും ഉയരുമെന്നാണ് റിപ്പോർട്ട്. ചൂരൽമല ടൗണിലെ പാലം തകർന്നതോടെയാണ് രക്ഷാപ്രവർത്തനം ദുഷ്കരമായത്. മുണ്ടക്കൈ അട്ടമല പ്രദേശത്തേക്കുള്ള ഏക പാലമാണിത്. പ്രദേശത്തെ വൈദ്യുതി ബന്ധമടക്കം വിച്ഛേദിക്കപ്പെട്ടിരിക്കുകയാണ്. അതേസമയം മുണ്ടക്കൈയിലെ ഹോം സ്റ്റേയിൽ താമസമുണ്ടായിരുന്ന ഒഡീഷ സ്വദേശികളായ ഡോക്ടർമാരുടെ സംഘത്തിലെ 2 പേരെ കാണാനുമില്ല. മൂന്നാമത്തെയാളെ പരിക്കുകളോടെ രക്ഷപ്പെടുത്തി. മലപ്പുറത്ത് ചാലിയാറിന്റെ ഇരുട്ടുകുത്തിക്കടവിൽ നിന്ന് 3 മൃതദേഹങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ചൂരൽമല ഭാഗത്ത് ഉരുൾപൊട്ടലിൽ കാണാതായവരുടേതാണെന്ന് സംശയവുമുണ്ട്. ഈ ഭാഗത്തേക്ക് എത്തണമെങ്കിൽ അഗ്നിരക്ഷാസേനയുടെ ഡിങ്കി ബോട്ട് എത്തണം. 33 പേർ ഇപ്പോൾ ദുരന്തത്തെ തുടർന്ന് ചികിത്സയിലാണ്. അതേസമയം ചൂരൽമലയ്ക്ക് സമീപം വീണ്ടും ഉരുൾപൊട്ടലെന്ന് സംശയമുണ്ട്. രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെയുള്ളവരോട് മാറി നിൽക്കാൻ അഗ്നിരക്ഷാസേനയുടെ നിർദ്ദേശവുമുണ്ട്. വെള്ളം കുത്തിയൊലിച്ചു വരാൻ സാധ്യതയുണ്ടെന്നാണ് നിഗമനം. രക്ഷാപ്രവർത്തകർക്ക് എത്താനാകുന്നുമില്ല. പോലീസും നാട്ടുകാരും ഫയർഫോഴ്സും രക്ഷാപ്രവർത്തനം തുടരുകയാണ്. പുലർച്ചെ രക്ഷാപ്രവർത്തനം നടത്തുന്നതിനിടെ വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിലുണ്ടാവുകയായിരുന്നു. രക്ഷാപ്രവർത്തകർ ഉൾപ്പെടെ ഓടി രക്ഷപ്പെട്ടു. നിരവധി വാഹനങ്ങൾ ഒഴുകിപ്പോയി. വീടുകളിലും വെള്ളവും ചെളിയും കയറി. മുമ്പ് പുത്തുമല ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായ സ്ഥലത്തിനടുത്താണ് മുണ്ടക്കൈ. ഇന്ന് രാവിലെ മുതൽ ശക്തമായ മഴയായിരുന്നു പ്രദേശത്തുണ്ടായിരുന്നത്. ഒറ്റപ്പെട്ട മേഖലകളിൽ നിന്ന് ആളുകളെ പുറത്തെത്തിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. രക്ഷാപ്രവർത്തനത്തിനിടെയും ചൂരൽമല ടൗണിൽ വലിയ രീതിയിൽ മലവെള്ളപ്പാച്ചിലും മണ്ണിടിച്ചിലും ഉണ്ടായി. രക്ഷാപ്രവർത്തകർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കിലോമീറ്ററോളം സ്ഥലത്ത് വൻ നാശനഷ്ടമുണ്ടായിരിക്കുകയാണ്. മേപ്പാടി പഞ്ചായത്തിലാണ് മുണ്ടക്കൈ, ചൂരൽമല, പുത്തുമല പ്രദേശങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. ചൂരൽമല വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ സ്ഥിതി ചെയ്യുന്ന ഭാഗത്തുവരെ വൻ മണ്ണിടിച്ചിലുണ്ടായതായി നാട്ടുകാർ പറയുന്നു. ചൂരൽമലയിലേക്ക് പോകുന്ന റോഡിൽ പലയിടത്തും ഗതാഗത തടസ്സവും ഉണ്ടായി. മേഖലയിൽ പലയിടങ്ങളും ഒറ്റപ്പെട്ട അവസ്ഥയാണ്. ആളുകൾ മണ്ണിനടിയിൽപ്പെട്ട് കിടക്കുന്നതായും സംശയമുണ്ടെന്നും നാട്ടുകാർ പറഞ്ഞു. മുണ്ടക്കൈ പുഞ്ചരിമട്ടം ഭാഗത്ത് നിന്ന് 2 മണിയോടെ വലിയ ശബ്ദത്തോടെ ഉരുൾപൊട്ടിയെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഇന്നലെ തന്നെ മുണ്ടക്കൈ പുഴയിൽ വലിയ കുത്തൊഴുക്കും മലവെള്ളപ്പാച്ചിലും രൂപപ്പെട്ടിരുന്നു. വയനാട്ടിൽ അതിശക്തമായ മഴയാണ് തുടരുന്നത്. ഇതിനാൽ തന്നെ രക്ഷാപ്രവർത്തനവും ദുഷ്കരമാണ്. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴയാണ് പെയ്യുന്നത്. ആളിയാർ ഡാം തുറന്നതിനെ തുടർന്ന് ചിറ്റൂർ പുഴയിലേക്ക് കൂടുതൽ വെള്ളം എത്തുന്നുണ്ട്. തൃശൂരിൽ പീച്ചി ഡാമിന്റെ 4 ഷട്ടറുകൾ തുറന്നു. പെരിങ്ങൽകുത്ത് ഡാമിൽ 6ാമത്തെ ഷട്ടർ തുറന്നു. വയനാട് ബാണാസുര സാഗർ അണക്കെട്ട് ചൊവ്വാഴ്ച രാവിലെ 8 മണിക്ക് തുറന്നു. ഇടുക്കി, എറണാകുളം, തൃശൂർ, മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ചൊവ്വാഴ്ച യെല്ലോ അലർട്ടാണ്. കോഴിക്കോട് ജില്ലയിൽ പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടായതിനെ തുടർന്ന് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി. ചാലിപ്പുഴയിലെ മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് ചെമ്പുകടവ് പാലം അടച്ചു. തുഷാരഗിരി, നൂറാംതോട് മലയിൽ ചെറിയ ഉരുൾപൊട്ടലുണ്ടായതാണ് ചാലിപ്പുഴയിൽ മലവെള്ളപ്പാച്ചിലുണ്ടാകാൻ കാരണം. തിരുവമ്പാടി പുത്തൻപുഴയിലും മലവെള്ളപ്പാച്ചിലുണ്ടായി. അരിപ്പാറ വെള്ളച്ചാട്ടം നിറഞ്ഞൊഴുകുകയാണ്. ഈങ്ങാപ്പുഴയിൽ ദേശീയപാതയിൽ വെള്ളം കയറി. കുറ്റ്യാടി മരുതോങ്കരയിൽ ശക്തമായ കാറ്റിൽ വൈദ്യുത ലൈനിൽ തെങ്ങു വീണ് തീപിടിച്ചു. റോഡിൽ വാഹനങ്ങളില്ലാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. കരുവൻതുരുത്തി പെരുവന്മാട് കടവിന് സമീപം തോണി മറിഞ്ഞു. തോണിയിലുണ്ടായ 3 പേരെയും നാട്ടുകാർ രക്ഷപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.